ചെറുപ്രായത്തിലെ അച്ഛനിൽ നിന്നും വാഹനം ഓടിക്കാൻ അത്യാവശ്യം പഠിച്ചിരുന്നു ഞാൻ. 18 വയസ്സ് പൂർത്തിയായപ്പോൾ ലൈസൻസ് സ്വന്തമാക്കി. പിന്നീട് അമ്മയുടെ മൗനം സമ്മതമായെടുത്ത് ബന്ധുക്കളുടെ പലരുടെയും എതിർപ്പോടെ അച്ഛൻ്റെ വാഹനം ഞാൻ ഏറ്റെടുത്തു. എൻ്റെ അച്ഛനെ പോലെ ഒരാളും ഇനി എൻ്റെ കൺമുന്നിൽ പിടഞ്ഞു തീരരുത്. ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ ഒരാളും മരണപ്പെടരുതെന്നാണ്. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. പള്ളിപ്പടിയിൽ ഒരു അപകടം, ഞാൻ ചെല്ലട്ടെ? ഉത്തരം എന്താണെങ്കിലും അറിയിച്ചാൽ മതി. ചേട്ടനെ പറ്റി എല്ലാം ഗോപേട്ടൻ പറഞ്ഞിരുന്നു. മുറ്റത്ത് നിന്നും വല്ലാത്ത വേഗത്തിൽ ആംബുലൻസുമായി അവൾ പുറത്തേക്ക് പായുമ്പോൾ എൻ്റെ മനസ്സും അവൾക്കൊപ്പമായിരുന്നു. വൈകിട്ട് നേരിൽ കണ്ട് സമ്മതം അറിയിക്കുമ്പോൾ ആ മുഖം നാണത്താൽ വല്ലാതെ പൂത്തുലഞ്ഞിരുന്നു. അധികം വൈകാതെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇന്ന് വീട്ടുമുറ്റത്ത് ആംബുലൻസുകളുടെ എണ്ണം 5ആയി. അത്യാവശ്യഘട്ടങ്ങളിൽ ഞാനും പോകാറുണ്ട്. ആംബുലൻസുമായി രോഗിയുടെ ജീവനുമായി മത്സരിച്ചോടുമ്പോൾ, നമ്മൾ അവർക്ക് വഴിമാറി കൊടുക്കുമ്പോൾ, ആ വാഹനമായി കുതിക്കുന്ന ഡ്രൈവർക്ക് വേണ്ടിയും നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കണം, അവർക്കൊരാപത്തും വരുത്തരുതേ എന്ന്.